ഒരു പ്രോബ്ലം റിലേഷൻഷിപ്പിൽ വരുമ്പോൾ തന്നെ നമുക്കിത് നിർത്താം, ഡിവോഴ്സ് ചെയ്യാം, ബ്രേക്കപ്പ് ചെയ്യാം എന്ന് പറയുന്നത് അത്രയ്ക്ക് നല്ലൊരു സ്വഭാവമല്ല. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ റിലേഷൻഷിപ്പിനോടും നമ്മുടെ പാർട്ട്ണറിനോടുമുള്ള ഒരു ട്രസ്റ്റ് ഈസിലി ലൂസ് ആകാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ഒരു റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന ടൈമിൽ നമ്മൾ ഇങ്ങനെയുള്ള ടേംസ് ഒന്നും യൂസ് ചെയ്യാണ്ടിരിക്കാം. നമ്മൾ സന്തോഷത്തിൽ എങ്ങനെ റിലേഷൻഷിപ്പിൽ ഇരിക്കുന്നു ഉള്ളതല്ല, ഒരു പ്രോബ്ലം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ട്രസ്റ്റ് ഇഷ്യൂ വരുമ്പോൾ നമ്മൾ എങ്ങനെ അത് ഡീൽ ചെയ്യുന്നു, ആ ഒരു പ്രോബ്ലത്തെ എങ്ങനെ സോൾവ് ചെയ്യുന്നു, അതാണ് നമ്മുടെ റിലേഷൻഷിപ്പിൻ്റെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുന്നത്. റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന ടൈമിൽ പാർട്ട്ണറിൻ്റെ അടുത്ത് എന്തെങ്കിലും വിശ്വാസം നഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് ഓപ്പൺ ആയിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇപ്പം ചില ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഇങ്ങനെ ഒരു പ്രോബ്ലം വരുമ്പോൾ കോള് പെട്ടെന്ന് കട്ട് ചെയ്ത് പോവുക, സോഷ്യൽ മീഡിയയിലൊക്കെ ബ്ലോക്ക് ചെയ്യുക, നമ്മുടെ കോളൊന്നും 2-3 ദിവസത്തിന് അറ്റൻഡ് ചെയ്യാതിരിക്കാം. ലൈക്ക് ഇങ്ങനത്തെ ആൾക്കാർക്ക് അവർ ആ പ്രോബ്ലം ഇഗ്നോർ ചെയ്യാണ്, എനിക്ക് ആ പ്രോബ്ലം ഫേസ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ളൊരു രീതിയിലാണ് അവരുടെ മൈൻഡ്. സോ പ്രോബ്ലം വരുന്ന ടൈമിൽ നമ്മളത് അപ്പോൾ തന്നെ തുറന്ന് സംസാരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഒരു പ്രോബ്ലം വരുമ്പോൾ ഈ പ്രശ്നം വീണ്ടും പൊന്തി വരാനുള്ള സാധ്യത കൂടുതലാണ്.